കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം മുറുകുന്നതിനിടെ അർദ്ധരാത്രിയിൽ നിർണായക പ്രഖ്യാപനത്തിനൊരുങ്ങി കോൺഗ്രസ് ഹൈക്കമാൻഡ്. 12 മണി കഴിഞ്ഞാൽ പുലരുന്ന പുത്തൻ പ്രഭാതത്തിൽ കേരളത്തെ കെ.സി. വേണുഗോപാൽ നയിക്കണമെന്ന വാശിയിലാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും. എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിലെ നിർണായക ചുമതലകൾ വിട്ടുവരാൻ കെ.സി. വിസമ്മതിച്ചാൽ നറുക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് വീഴാനാണ് സാധ്യത. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ എന്ന നിലയിൽ കെ.സി. വേണുഗോപാലിന്റെ പേരിനാണ് ഹൈക്കമാൻഡിൽ മുൻതൂക്കം. ഖാർഗെ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം നേതാക്കളും കെ.സിയെ പിന്തുണയ്ക്കുമ്പോൾ പ്രഖ്യാപനം ഇന്നു രാത്രി തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന. കെ.സിയുടെ പദവിമോഹമല്ല, മറിച്ച് രാഹുലിന്റെ താൽപര്യമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. എന്നാൽ ഹൈക്കമാൻഡ് സമ്മർദ്ദത്തിന് കെ.സി വഴങ്ങുമോ അതോ ദേശീയ തലത്തിൽ തുടരാൻ താൽപര്യം പ്രകടിപ്പിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. കെ.സി. വേണുഗോപാൽ നോ പറഞ്ഞാൽ പിന്നെ സാധ്യത തെളിയുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. ചെന്നിത്തലയുടെ പരിചയസമ്പത്തും ഗ്രൂപ്പ് സമവാക്യങ്ങളും ഉയർത്തി സോണിയാഗാന്ധി നടത്തുന്ന ഇടപെടലുകൾ ഫലം കണ്ടേക്കാം. കെ.സിയെ അനുനയിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കി തർക്കങ്ങൾ പരിഹരിക്കാമെന്ന ഫോർമുലയും സോണിയ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതോടെ ചെന്നിത്തല ക്യാമ്പിലും പ്രതീക്ഷകൾ വാനോളം ഉയർന്നു കഴിഞ്ഞു. അതേസമയം വി.ഡി. സതീശനായി പ്രിയങ്ക ഗാന്ധി നടത്തുന്ന പോരാട്ടം ഹൈക്കമാൻഡിനെ വിയർപ്പിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള മികച്ച പ്രകടനം സതീശന് തുണയാകണമെന്നാണ് പ്രിയങ്കയുടെ നിലപാട്. എന്നാൽ മുതിർന്ന നേതാക്കൾക്കിടയിലെ വടംവലിയിൽ സതീശന്റെ സാധ്യതകൾ മങ്ങുന്നുണ്ടോ എന്ന ആശങ്ക അദ്ദേഹത്തിന്റെ അനുയായികൾക്കുണ്ട്. ഇന്ന് രാത്രിയിലെ തീരുമാനം സതീശന്റെ രാഷ്ട്രീയ ഭാവിയിലും നിർണായകമാകും. തിരുവനന്തപുരത്ത് വി.ഡി. സതീശന്റെ വസതിയിൽ അണികളുടെ പ്രവാഹം തുടരുകയാണ്. പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന സൂചനയെ തുടർന്ന് നൂറുകണക്കിന് പ്രവർത്തകരാണ് അവിടെ തമ്പടിച്ചിരിക്കുന്നത്. എന്നാൽ ആരെയും വീട്ടിൽ നിർത്താൻ സതീശൻ തയ്യാറല്ല. നാളെ രാവിലെ നിർണായകമായ എം.എൽ.എമാരുടെ യോഗം നടക്കാനിരിക്കെ അച്ചടക്ക ലംഘനം ഉണ്ടാകരുതെന്ന് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. അണികളെ നിയന്ത്രിച്ച് ശാന്തമായ അന്തരീക്ഷം ഉറപ്പാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. തീരുമാനം വൈകുന്നതിന് പിന്നിൽ സതീശന്റെ വസതിയിലെ ഈ ജനത്തിരക്കും ഒരു കാരണമായി ഡൽഹിയിലുള്ളവർ കാണുന്നുണ്ട്. അനാവശ്യമായ ആൾക്കൂട്ടം ഒഴിവാക്കി ഹൈക്കമാൻഡ് തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കാനാണ് സതീശൻ നൽകിയ നിർദ്ദേശം. ഒരർത്ഥത്തിൽ സതീശന്റെ വീട്ടിലെ തിരക്കൊഴിയാൻ വേണ്ടിയാണ് ഹൈക്കമാൻഡ് പ്രഖ്യാപനം പാതിരാത്രിയിലേക്ക് മാറ്റിയതെന്നും സംസാരമുണ്ട്. നാളെ എം.എൽ.എമാരുടെ യോഗത്തിന് മുൻപ് തന്നെ കെ.സി. വേണുഗോപാലിന്റെ പേര് ഹൈക്കമാൻഡ് നോമിനിയായി പ്രഖ്യാപിച്ചേക്കും. രാഹുൽ ഗാന്ധിയും ഖാർഗെയും കെ.സിക്കായി ഉറച്ചു നിൽക്കുന്നതിനാൽ മറ്റുള്ളവർക്ക് വഴങ്ങേണ്ടി വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. എന്നാൽ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹം ഒഴിവാക്കാൻ സോണിയയുടെ താൽപര്യം കൂടി പരിഗണിക്കേണ്ടി വരുമെന്ന ചർച്ചകളെ സങ്കീർണമാക്കുന്നു. എ.ഐ.സി.സിയുടെ ഭാഗത്തുനിന്ന് അതീവ രഹസ്യമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. തർക്കങ്ങൾ അവസാന നിമിഷം വരെ നീളുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നതിനാൽ ഇന്ന് രാത്രി തന്നെ വെള്ളിടി പോലെ പ്രഖ്യാപനം നടത്താനാണ് നീക്കം. കെ.സിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കത്തിന് തിരിച്ചടിയേറ്റാൽ ചെന്നിത്തലയെ മുന്നിൽ നിർത്തിയുള്ള പ്ലാൻ ബി ഹൈക്കമാൻഡിന്റെ കൈവശമുണ്ട്. അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ് കലണ്ടറിലെ തീയതി മാറുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ പുതിയൊരു അധ്യായം കൂടി പിറക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കെ.സിയുടെ പേരിനായുള്ള രാഹുലിന്റെ വാശിയും ചെന്നിത്തലയ്ക്കായുള്ള സോണിയയുടെ ഇടപെടലും പ്രിയങ്കയുടെ സതീശൻ വാദവും ഏതു ദിശയിലേക്ക് നീങ്ങുമെന്ന് കണ്ടറിയണം. ഇന്ന് രാത്രി ഡൽഹിയിൽ നിന്ന് വരുന്ന ആ ഒരു ഫോൺ കോളിനായി രാഷ്ട്രീയ കേരളം ശ്വാസമടക്കി കാത്തിരിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര ആരുറപ്പിക്കുമെന്ന സസ്പെൻസ് മണിക്കൂറുകൾക്കുള്ളിൽ അവസാനിക്കും. കെ.സി. വേണുഗോപാലിന്റെ രാഷ്ട്രീയ കരുത്തും രമേശ് ചെന്നിത്തലയുടെ അനുഭവ സമ്പത്തും തമ്മിലുള്ള ഈ അന്തിമ പോരാട്ടത്തിൽ ഹൈക്കമാൻഡ് ആരുടെ കൈപിടിക്കുമെന്ന് കണ്ടറിയാം. നാളത്തെ പുലരി കേരളത്തിന് നൽകുന്നത് പുതിയൊരു നായകനെയാകുമോ എന്ന ആകാംക്ഷയിലാണ് അണികളും പൊതുജനങ്ങളും.